ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചില്ലി ബീഫാണ്. അപ്പോൾ അതിന് ഒരു കഷ്ണം ബീഫ് എടുത്തുക്കണം. അത് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് പുഴുങ്ങുക. അതിനുശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെക്കുക. അതിലോട്ട് ചെറുതായി കട്ട് ചെയ്ത ഇഞ്ചി വെളുത്തുള്ളി ഇടുക. എന്നിട്ട് നല്ല മൂപ്പിക്കുക. മൂപ്പിച്ച ശേഷം വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് ഇടുക. അതിനുശേഷം ഉപ്പ് ഇടുക. അതൊന്ന് നല്ല വഴറ്റി വഴയാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ക്യാപ്സിക്കം കട്ട് ചെയ്ത് ഇടുക. ക്യാപ്സിക്കം കട്ട് ചെയ്ത ശേഷം നല്ലോണം വഴറ്റുക. ഇതിന് മെയിൻ വേണ്ടത് ക്യാപ്സിക്കനാണ്. അതിലേക്ക് ചേർക്കേണ്ട പൊടി മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, കാശ്മീരി ചില്ലി, ഇവയാണ് ഇതിലുള്ള പൊടികൾ നമ്മൾ ചേർക്കാൻ പോണത്. ഇത് നല്ലോണം ചേർത്തി നല്ല പച്ചപ്പ് പോണ വരെ വഴറ്റുക. അതിനുശേഷം അതിലോട്ട് ചില്ലി സോസ് ഒഴിക്കുക. 1 സ്പൂൺ ചില്ലി സോസ്, 1-1.5 സ്പൂണ് സോയാ സോസ്, ഒരു 1/2 സ്പൂണ്. ഓവറായിട്ടുണ്ടെങ്കിൽ അത് ചുവയ്ക്കും. ഒരു 2 സ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിക്കുക. നമ്മൾ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് അത് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അത് ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കാൻ പോണത്. എന്നിട്ട് നല്ലോണം വഴറ്റുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും ഒക്കെ ചെയ്യണം കേട്ടില്ലേ. ഇനി അതിലോട്ട് നല്ലോണം ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച ശേഷം നല്ലോണം തിളപ്പിക്കുക. തിളപ്പിച്ച ശേഷം അതിലോട്ട് കുറച്ച് വിനാഗിരി ഒഴിക്കുക. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് അതിലോട്ട് ഇടുക. നല്ലോണം തിളപ്പിച്ച ശേഷം ബീഫ് അതിലോട്ട് ഇടുക. നമ്മൾ ഏற்கனவே കട്ട് ചെയ്ത് വെച്ച ബീഫ് അതിലോട്ട് ഇടുക. ഇത് കോൺഫ്ലവറാണ്. അതിൽ കുറച്ച് കോൺഫ്ലവർ കലക്കി കൊടുക്കണം. എന്നാലേ ആ കറി ഗ്രേവിക്ക് കട്ടി ഉണ്ടാവുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബീഫ് അതിലോട്ടിടുക. ബീഫ് അതിലോട്ടിട്ട് നല്ല മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ രുചികരമായ ചില്ലി ബീഫ് റെഡി. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അതൊരു ചൈനീസ് ഐറ്റംസാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ.